ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നല്ലൊരു ടേസ്റ്റി പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുഡിംഗാണ് ഇത്. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം സ്റ്റൗവിൽ പാൻ ചൂടാക്കാനായി ചെറു തീയിൽ വയ്ക്കണം. എന്നിട്ട് 8 ടീസ്പൂൺ പഞ്ചസാര അതിലിട്ട് കൊടുത്ത് അലിയിച്ചെടുക്കണം. കുറച്ച് അലിഞ്ഞു വന്ന ശേഷം പിന്നെ ഇളക്കി കൊടുത്താൽ മതിയാവും. അലിഞ്ഞു കിട്ടിയ പഞ്ചസാര ലായനി പുഡിങ്ങിനായി എടുത്ത സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. അടുത്തതായി മിക്സർ ജാറിൽ 6 സ്ലൈസ്ഡ് ബ്രെഡ്, 2 മുട്ട, 3 ടീസ്പൂൺ പഞ്ചസാര, ഹാഫ് കപ്പ് പാലും പിന്നെ കുറച്ച് വാനില എസൻസും 1/4 ടീസ്പൂൺ മതിയാവും. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മിക്സായി കിട്ടിയ ശേഷം നമുക്കതൊരു പാത്രത്തിൽ ഒഴിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര ലായനിയുടെ മുകളിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പുഡിങ്ങിനായി റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ഒരു ഇഡ്ഡലി കുക്കറിനകത്ത് സ്റ്റീം കയറാനായിട്ട് വെക്കണം. സ്റ്റീം നമുക്കൊരു മാക്സിമം 15 തൊട്ട് 20 മിനിറ്റ് വരെയുള്ള സ്റ്റീം കൊടുത്താൽ മതിയാകും. 15 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ മൂടി തുറന്ന് നമുക്ക് അതിന്റെ വേവ് നോക്കി നോക്കാം. പുഡിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റെഡിയായ പുഡിങ്ങിനെ കുറച്ച് നേരം പുറത്ത് വെച്ച് തണുക്കാൻ വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടത്തുള്ളൂ. പുഡിംഗ് തണുത്ത ശേഷം നമുക്ക് വേറൊരു പാനിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് നൈഫ് വെച്ച് അത് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാവുന്നതാണ്. കണ്ടോ, ഇതേപോലെ ആയിരിക്കും അത് വരുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻറ്റിൽ അറിയിക്കണേ.